ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ ഇപ്പം ഞാനുള്ളത് ഹാംബർഗിലാണ്, ജർമ്മനിയിൽ. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനുള്ളത് ഹാംബർഗിലാണ്, ജർമ്മനിയിൽ. ബെർലിന് നമ്മൾ ഇന്നലെ രാത്രിയാണ് ഹാംബർഗിൽ എത്തിയത്. അപ്പോൾ എന്താ പറയുക, ബെർലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹാംബർഗിൽ അത്ര മഴയൊന്നുമില്ല. ബെർലിന് നല്ല മഴയായിരുന്നല്ലോ, പക്ഷേ ഇവിടെ അത്ര മഴയില്ല. നല്ലൊരു കാലാവസ്ഥയാണ്, അത്യാവശ്യം തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ നല്ലൊരു മൂഡാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച്, ഇതാണ് നമ്മുടെ ബസ് രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ച്, പിന്നെ ഇതാണ് നമ്മുടെ ഡ്രൈവർ റിച്ചാർഡ് സർ. ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങി. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എയർബസ് ആണുള്ളത്. എയർബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റൊക്കെ മേക്ക് ചെയ്യുന്ന ഇവരാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നത്, ആ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണുന്നത്. ഞാനും അങ്ങനത്തെ പരിപാടിയൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനും ഭയങ്കര രസമായിട്ടാണ്. ശരിക്കും എന്താ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്നുള്ളത്. ഓക്കെ, നല്ല അടിപൊളി ബിൽഡിങ്ങുകളും അതേപോലെ നല്ല കാലാവസ്ഥയാണ്, അടിപൊളി കാലാവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. പാസ്പോർട്ട് വേണം, പാസ്പോർട്ടിന് എടുത്തിട്ടുണ്ട്, എല്ലാവരും പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താണ് കാഴ്ച എന്നുള്ളത് കാണാം. വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ പോസിബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ എയർബസിൻ്റെ ഇത് കാണാൻ വേണ്ടി പോയി. പക്ഷെ നമ്മളവിടെ പെട്ടുപോയി. കാരണം നമുക്കവിടെ എന്താ പറയുക, ഫോണും ക്യാമറ ഒന്നും കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് പോന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് അവർ ഫുഡ് കഴിക്കുന്നുണ്ട് ഹോട്ടലിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് എന്താ പറയുക, ഹാംബർഗിൻ്റെ ഒരു നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലത്തുള്ള ഒരു ചെറിയ ടൗണാണ് ഹാംബർഗ് തന്നെ. അപ്പം എന്താ പറയുക, ഇവിടുത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ ഇവിടെ ശരിക്കും ചരിത്രം ഉറങ്ങുന്ന ആ ഒരു ഫീല് നമ്മൾ ഈ ഹിസ്റ്ററിയുടെ ബുക്കിലും ഇതിലൊക്കെ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോഴും, ഹിറ്റ്ലർ, അതേപോലെ തന്നെ വേൾഡ് വാർ, US ചെക്ക് പോയിൻറ്റ്സ്, അതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഒരു ഫീല് നമുക്ക് വരും. അത് ഇവിടുത്തെ ബിൽഡിങ്ങിലും അതേപോലെ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. ഏത് പോയിന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഫീൽ കാണാൻ പറ്റുന്ന ഒരു ഇതിലാണ് ജർമ്മനി എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇതാ വണ്ടികളൊക്കെ കണ്ടോ, ഇതിപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്. ഉണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ. തണുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ട്, എന്താ പറയുക. പക്ഷെ നമുക്കങ്ങനെ വെറുപ്പിക്കുന്ന ഒരു തണുപ്പും അല്ല കേട്ടോ. നല്ലൊരു എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു തണുപ്പാണ് ഉള്ളത്. അതുകൊണ്ട് പിന്നെ നമുക്കങ്ങനെ വലിയ പ്രശ്നമില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഒന്നും പറയാനില്ല, മൊത്തത്തിൽ എനിക്കിഷ്ടമായി. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാക്കേജിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി പേര് ട്രാവൽ ചെയ്യുന്ന പാക്കേജിലാണ് കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാൻ പറയാം, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പാക്കേജിൽ ട്രാവൽ ചെയ്യാന്നുള്ളത്. നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വന്നു, അവർ പറയുന്ന പോലെ കേട്ട് അവർ പറയുന്ന പോലെ പോകാം എന്ന് മാത്രമേ ഉള്ളൂ. എൻജോയ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് എനിക്കിഷ്ടമല്ല പേഴ്സണലി ഞാൻ പറയാം. ഗൈസ്, എയർബസിൻ്റെ കാര്യമൊന്നും പറയണ്ട. നമുക്ക് അവിടെ ചെന്നിട്ട് ക്യാമറ ഫോണൊന്നും ഉള്ളിൽ കയറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേൾഡിൽ എല്ലായിടത്തേക്ക് ഇൻഡിഗോട്ടടക്കം ഫ്ലൈറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലാണ് നമ്മൾ പോയത്. ഇപ്പം ഇനിയൊരു കസ്റ്റമർ അവർക്ക് പ്ലെയിൻ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത 10 വർഷം കഴിഞ്ഞിട്ടേ അവർക്ക് ഡെലിവറി ഉള്ളൂ. അപ്പോൾ അത്രയും ബുക്കിംഗ് ആണ് ഫ്ലൈറ്റിന്. അതായത് എയർബസ് എന്നാണ് കമ്പനിയുടെ പേര്. എല്ലായിടത്തേക്കും അവരാണ് ഫ്ലൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഫ്ലൈറ്റിൻ്റെ A to Z കാര്യങ്ങൾ, അതായത് ഇൻറ്റീരിയർ ആയാലും ക്യാബിൻ ആയാലും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നത് എയർബസിൻ്റെ ഒരു ഹാംബർഗിൽ, വേൾഡിലെ തന്നെ ജർമ്മനിയിൽ. അതായത് പോളിഷ് ചെയ്ത് എങ്ങനെയാണോ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിൻ്റെ അതിലാണ് നമ്മൾ പോയത്. അപ്പോൾ അതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇത് ഒരു 10 ഫ്ലൈറ്റൊക്കെ ഒരു ചെറിയ ഹോളിനുള്ളിൽ നിർത്തിയിട്ടിരിക്കുക. അത് അവരുടെ ഒരു ആംഗിളിൽ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് അതിനുള്ളിൽ ഫിറ്റാവും. ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട്.
ഫിറ്റാവും. അപ്പോൾ അതേപോലെ അവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എയർബസിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ പോയത്. പക്ഷേ എനിക്ക് എന്താ പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്താ പറയുക, ഷൂട്ടിംഗ് അലൗഡ് അല്ല, ക്യാമറ അതിനുള്ളിൽ കയറ്റാൻ പറ്റില്ല. അതാണ് എനിക്ക് അബദ്ധം. ഇല്ലെന്ന് എനിക്ക് എങ്ങനെയും കാണിച്ചു തന്നെ. അവരുടെ ഒരു രണ്ട് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അവർ പുറക്കെ നടക്കുകയായിരുന്നു, ക്യാമറ ഓണാക്കാൻ സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഏകദേശം 2-2.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, പെട്ടുപോയി. ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഞാൻ എൻജോയ് ചെയ്തു പേഴ്സണായിട്ട്. എല്ലാം ഞാൻ ചോദിച്ച് കണ്ടും അവർ പറയുന്നതെല്ലാം കൃത്യമായിട്ട് കേട്ടും മനസ്സിലാക്കി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു പള്ളിയാണ് ഗൈസ്. മൂന്ന് മണിയായതിൻ്റെ അലാറാണ് ഇപ്പോൾ കേട്ടത്. 3 മണിക്ക് 3 ബെല്ല്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പോയി ചോദിക്കണം അവരോട്. ഇനി നമ്മളെങ്ങോട്ടാണ് പോകുന്നതേ ഉള്ളൂ. ഭക്ഷണം അവർ കഴിക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചു. അതൊരു ജർമ്മൻ റെസ്റ്റോറൻ്റാണ്, അവിടെ നിന്ന് കഴിച്ചത്. ഞാൻ എന്തോ ഫിഷ് സാലഡ്സും അതേപോലെ തന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളുമാണ് ഞാൻ കഴിച്ചത്. പിന്നെ അവിടെ ഭയങ്കര റഷാണ്, ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പം അത് കഴിച്ചിട്ട് ഞാൻ വേഗം ഇറങ്ങി. അവർ ബാക്കിയുള്ളവരോട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തോ ഒരു മിനിയേച്ചർ ക്ലബ്ബ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് അവരോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ആ ഒരു സംഭവം എനിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട്, ഇവിടെ കുറച്ച് ഹാംബർഗിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. കീ ചെയിൻസ്, അതേപോലെ തന്നെ ഹാംബർഗിൽ വന്ന ഓർമ്മയ്ക്കായിട്ടുള്ള സാധനം. അതേപോലെ തന്നെ ഈ ഒരു ചർച്ച് ഭയങ്കര ഭംഗിയാണ്. ലോങ്ങിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനായാലും അതേപോലെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ആയാലും ഭയങ്കര ഭംഗിയാണ് കാണാൻ. ലോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ പകുതി ഫോഗിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് നമുക്കിതിൻ്റെ പകുതി കാണാൻ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ജർമ്മനി, അടിപൊളി. ഹായ് സർ. അപ്പോൾ ഗൈസ് നമ്മളിതിനെ മിനിയേച്ചർ വേൾഡിലേക്ക് പോവാണ്. അപ്പം അവിടെ ചെന്നിട്ടാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് അവിടെ എന്താ ഉള്ളതെന്ന് നോക്കട്ടോ. എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അവിടെ ചെന്നിട്ട് നിങ്ങൾ കാണിച്ചത്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ഞാൻ കാണിച്ചത് ഒരു വുഡൻ പാലമാണ്. ഇതിൽ മൊത്തം മരം കൊണ്ടും ഇരുമ്പ് കൊണ്ടും ഉണ്ടാക്കിയ പാലമാണ്. എത്രയോ വർഷം പഴക്കമുള്ളതായിരിക്കാം. ജർമ്മനി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒത്തിരി വർഷം പഴക്കം കാണും. ഇതുണ്ട്, ഇവിടുത്തെ ഈ ഭംഗിയൊക്കെ കണ്ടോ. ബോസ്, നമ്മളിത് അങ്ങനെ മിനിയേച്ചർ വേൾഡിന് മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഹാംബർഗിൽ മിനിയേച്ചർ വേൾഡിന് മുമ്പിലുള്ളത്. ഇതാണ് മിനിയേച്ചർ വേൾഡ്.
ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഓരോരോ രാജ്യത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ കാര്യങ്ങളും അവർ മിനിയേച്ചറിൽ ചെയ്തിരിക്കുക, ഏറ്റവും സ്മോളായിട്ട് മിനിയേച്ചർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മിനിയേച്ചർ വേൾഡാണ് ഇതിൻ്റെ ജർമ്മനിയിലുള്ളത്. അപ്പോൾ അതിലാണ് നമ്മൾ പോകുന്നത്. ഓൾറെഡി ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 20 യൂറോ ആണ് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത്, ഇതാണ് ടിക്കറ്റ് എന്ന് പറയുന്നത്. ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അരമണിക്കൂർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് കയറാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഈവനിങ്ങിൽ ഇപ്പോൾ ഇവിടെ സമയം എന്ന് പറഞ്ഞാൽ 3:45 ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കോടയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇതൊരു വൈകുന്നേരം ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു രസമാണ്. നല്ല ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്ങാണ് ഇത്. ഒത്തിരി പഴയ ബിൽഡിങ്ങാണ്. അതേപോലെ തന്നെ പാലങ്ങളും ഈ ഒരു ലേക്കായാലും അപ്പുറത്തെ ബിൽഡിങ്ങുകളായാലും എല്ലാം കുറച്ച് ഓൾഡ് ബിൽഡിങ്ങുകളാണ് കേട്ടോ എല്ലാം. അപ്പം എന്തായാലും നമുക്ക് മിനിയേച്ചർ മിനിയേച്ചർ വണ്ടർലാൻഡിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, ഇത് ഒന്നിൻ്റെ മിനിയേച്ചറാണ്. ആൾക്കാർ ഇരിക്കുന്നുണ്ടോ? ഇതൊക്കെ ആൾക്കാരാണ്. അതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവർ ബിൽഡ് വെച്ചിരിക്കുന്നത്. ഇതും അതേപോലെ തന്നെയാണ് മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. ഈ ലൈറ്റ്സൊക്കെ മിന്നുന്നത് കണ്ടില്ല, അതല്ല ഈ ഫോട്ടോസ് എടുക്കുന്നത് ചെയ്തിരിക്കുന്നതാണ്. ഇത്രയും ചെറുതിൽ അവരതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മിനിയേച്ചർ വേൾഡ്. ഇനിയും ഉണ്ട് കുറേ. ഇവിടെ എന്താ നോക്കാം. ഓരോരുത്തരും മലയുടെ മണ്ട കയറുമ്പോൾ വരെ ഉണ്ട് കേട്ടോ. അത്രയും ചെറുതായിട്ട് മൈന്യൂട്ടായിട്ടുള്ളവർ അവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ട്രെയിൻ പോകുന്നത്, പിന്നെ എന്താ ഇവിടെ കുറേ പേര് നിൽക്കുന്നത്. എല്ലാവരും നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, എന്തായാലും ഭംഗി നോക്ക്. ഇത് ആട് നെയ്യുന്നതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പണ്ട് കാലത്തെ ഇഷ്ടിക കൊണ്ടുള്ള പഴയ പണ്ട് കാലത്തുള്ള അതേപോലത്തെ താമസിച്ചിരുന്ന അങ്ങനത്തെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീട് ഇതിനുള്ളിലൂടെയാണ് ട്രെയിൻ പോയത് കേട്ടോ. അപ്പം ഈജിപ്ത് പിരമിഡ്സ്, അതേപോലെ തന്നെ ഡെസേർട്ട്, ഒട്ടകങ്ങൾ പോകുന്നത്, പിന്നെ കുറേ വീടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ, അതിന് നടുക്കൂടെ ട്രെയിൻ പോകുന്നത്.
നമുക്ക് ഇതിനുള്ളിൽ കയറി നോക്കാം എവിടെ എന്താ ഉള്ളത്. ആ വാ സൂപ്പർ. അടിപൊളി, ഒന്നും പറയാനില്ല. അത്രയും ഹാർഡ് വർക്ക് ഇതിന് ചെയ്തിട്ടുണ്ട്. Sommerkönige. Sommerkönige. Dann gibt es die Sommerschule und dann wird er richtig das ganze Jahr für... Guck mal, Kunde, das ist Karneval in Rio de Janeiro. Das ist der größte Karneval der Welt. എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്കയാണ് ഇവിടെ മിനിയേച്ചർ ചെയ്തിരിക്കുന്നത് കേട്ടോ. പെൻഗ്വിൻസ് ഉണ്ടോ, ഐസ്ബർഗ്സെല്ലാം പൊട്ടിയിട്ടുണ്ട്. പെൻഗ്വിൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഓഷ്യൻസ്. ഇനി നമ്മൾ വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോറസ് ഡെൽ പെയിൻ എന്നോട് എഴുതിയിട്ടുണ്ട്. ടോറസ് ഡെൽ പെയിൻ നാഷണൽ പാർക്ക് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഇൻ ദ പാൻറ്റഗോണിയ പീക്സ് ആൻഡ് ഫൗണ്ടേഷൻ. പാൻറ്റഗോണിയാണ് ഇവിടുത്തെ പാൻറ്റഗോണിയ. വെള്ളം ഒഴുകി കിടക്കുന്നുണ്ടോ? പോലീസ് വണ്ടിയുടെ വെള്ളം ഇതൊക്കെ ഫിക്സ്ഡ് ആണ്, ഇതൊന്നും മാറില്ല. ഇതൊന്നും ഉണ്ടാക്കി വെച്ചതാണ്. അതേപോലെ തന്നെ ഇവിടെ മുകളിൽ എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല. നമ്മൾ താഴെ ഉള്ളത് വെച്ച പോലത്തെ തന്നെ ഉള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പക്ഷേ കുറച്ചും കൂടെ ബോക്സിലാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അത് ഒരു പിഗ് ഫാമാണ്, പിഗ് ഫാം. ഇത് പന്നികളെ കൊണ്ടുപോകുന്നൊരു ട്രക്കാണ് അവരുണ്ടാക്കിയത്. അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടോ ചെറിയ ചെറിയ സാധനങ്ങൾ കാണുന്നില്ലേ, അതൊക്കെ പന്നികളാണ്, പന്നികളുടെ മിനിയേച്ചറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും അങ്ങനെ തന്നെയാണ്. ഇതുണ്ടോ, പന്നിക്കുട്ടികളുടെ മിനിയേച്ചറാണ്. അതൊരു ഫാം പോലെ അവർ ചെയ്തിരിക്കുക. അപ്പം ഇത് തന്നെയാണ് ഇവിടുത്തെ മുകളിലുള്ള മുഴുവൻ ഉള്ളതിലും ഈ സെയിം തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫോറസ്റ്റ്, അതോടൊപ്പം തന്നെ വീടുകളും ചെയ്ത് വെച്ചിട്ടുണ്ട്. তোমাদের ফোন നിങ്ങൾ കൃഷി ചെയ്യുന്നവരുടെ ചെറിയ ഇത്രയും പോലും ഇല്ല കേട്ടോ.
അപ്പോൾ ഗൈസ് ഇതാണ് നമുക്ക് ഇവിടെ ഉള്ളത് കേട്ടോ മിനിയേച്ചറുകൾ. ഇനിയും ഒരുപാട് അവർ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്, തീർന്നിട്ടില്ല, കുറേയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അവരുടെ ഒരു ഹാർഡ് വർക്ക് അത്രയുണ്ട്. ഇതാരാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയില്ല കേട്ടോ. പക്ഷെ കാണാൻ വെർത്താണ് മിനിയേച്ചർ വേൾഡ്. ജർമ്മനിയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഹാംബർഗിൽ മിനിയേച്ചർ വേൾഡ് കാണാതെ പോകരുത്, അത്രയും വെർത്തിയാണ്. കാരണം നമുക്കിത് സ്വപ്നം പോലും കാണാൻ പറ്റില്ല ഇങ്ങനെ ഒന്ന് ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കുമെന്ന് തോന്നും. അത്രയും അവർ ബിൽഡ് ചെയ്ത് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് താഴെ പർച്ചേസ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാം. ഓക്കെ, അപ്പം ഇനി എൻ്റെ ടീംമേറ്റ്സിനൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. സമയമായിട്ട് നമുക്ക് ആകെ ഹാഫ് ആൻ അവർ തന്നിട്ടുള്ളൂ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇനി എന്താണല്ലോ നോക്കട്ടെ കേട്ടോ ഗൈസ്.